പിള്ളേരെ വാ. ലിച്ചു, വിഷ്ണു, ശിവ, എല്ലാരും വാ. അമ്മേ, ഇഡലിയും ചമ്മന്തിയാണോ? ഓടാ അവിടുന്ന്. ഓരോ ദിവസം നിനക്ക് ഓരോ തോന്നല. ഇഡലിയും ചമ്മന്തി. വിഷ്ണുവിനെ കാണുന്നില്ലല്ലോ. അവൻ എവിടെ പോകാൻ? അപ്പുറത്ത് എങ്ങനെ ഇവിടൊന്നും ഇല്ല. മണി എത്ര? മണി 9 വിഷ്ണു, വിഷ്ണുവിനെ കാണാനില്ലെന്ന്. എവിടെ പോവാനല്ലേ? പുറത്ത് നോക്കിയാ നീ? ഞാൻ എല്ലായിടത്തും നോക്കി, കാണുന്നില്ല ഇവിടെ. ആ, എല്ലായിടത്തും നോക്കി, കൊറേ അന്വേഷിച്ചു ഞാൻ ഇവിടെ. ഇതെന്തത്? അമ്മേ, ഞാൻ പോവാ, എന്നെ ആരും തിരക്കണ്ട. ശ്രീകുട്ട, ശ്രീകുട്ട, എടി ഇവിടെ വന്നേ. വിഷ്ണു എഴുതി വെച്ചിട്ട് പോയിരിക്ക. ഞാൻ പോവാ, എഴുതിയടാ? നീ എഴുതിയാണ്? പിന്നെ വിഷ്ണു എഴുതിയിരിക്കണ കണ്ടില്ലേടാ? അതാവും ചുമ്മാ എഴുതിയായിരിക്കും. ഇവിടെ എവിടെയും കാണും ചേച്ചി, നോക്കാം. വിഷ്ണു, ചേട്ടാ, ചേട്ടാ, വിഷ്ണു, ചേട്ടാ, ചേട്ടാ, വിഷ്ണു. നോക്കാൻ പോയ ശ്രീകുട്ടനെയും കാണുന്നില്ല. എന്റെ കുഞ്ഞ് എവിടെ പോയി കാണോ? അവൻ വരും, മുടിവെട്ടി കാണും. വീട്ടിൽ വരാനുള്ള ചമ്മലുണ്ട്. ഏതെങ്കിലും കൂട്ടുകാരെ വീട്ടിൽ പോയി നിൽക്കായിരിക്കും. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ബ്യൂട്ടി പാർലറും ബാർബർ ഷോപ്പിലൊക്കെ പോയി അന്വേഷിച്ച് അവിടെ ഒന്നും ഇല്ല. ശ്രീ ഇവിടെ കിടന്ന് ഉറഞ്ഞുള്ളി അവനെ ഓട്ടിച്ച് വിട്ട് എടുത്ത് പോയി അന്വേഷിക്കാൻ പറ. എനിക്കിവിടെ ആരും അന്വേഷിക്കാൻ നേരമൊന്നുമില്ല. പോയമാർ അതുപോലെ തിരിച്ചു വരും. പിന്നെ എന്നെ ആരും പേടിപ്പെടുത്താൻ നോക്കണ്ട. പെരട്ടൊക്കെ പാല് കുറെ കണ്ടതാണ്. നിങ്ങൾ എന്റെ കൊച്ചിനെ എവിടെയെങ്കിലും പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നോക്ക്. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അവൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയത്. നിങ്ങൾ കാരണം അവരോട് ഇറങ്ങി പോയത്. പിന്നെ മുടി വെട്ടാൻ പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ട് പോയതല്ലേ. രണ്ടുപേരും കൂടെ തർക്കിച്ചോണ്ട് നിന്നോ, അപ്പോഴത്തേക്ക് അവൻ കേരള സംസ്ഥാനം വിടും. കുട്ട, ഒന്ന് അന്വേഷിക്കട. ആരെയും വിളിച്ചു നോക്കൊന്ന്. നീ പേടിക്കണ്ട, നമുക്ക് അന്വേഷിക്കാം നമുക്ക്. മാമ, അവന്റെ ഫ്രണ്ട്സ് ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? നമ്പർ എവിടെ? അവന്റെ ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയെ. എടുത്തിട്ട് വാ പെട്ടെന്ന്. ഞാൻ നമ്പർ എടുത്തിട്ട് വരാം. അവന്റെ ഇവിടെ വരുന്ന ഫ്രണ്ട് ഉണ്ട്. എന്ത് പേരെന്തത്? നീരജ്. നീരജ? എല്ലാവന്മാരും കണക്കി തന്നെ. നീരജ്. കുട്ട, ഇവരുടെ വീട്ടിലൊന്ന് വിളിച്ചു നോക്കിയോ? ബാലുവിന്റെ വീട്ടില്. നിങ്ങളെവിടെ വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കാം. പെട്ടെന്ന് വിളിടാ. അവിടെ ആരും ഇല്ലേ? എവിടെ? ഞങ്ങളുടെ ഇറങ്ങി. ആരും എടുക്കണില്ല. ആരെവിടെ വിളിച്ചത്? അത് വല്ല പാടത്താ വയലിലൊക്കെ ആയിരിക്കും. നമ്മളെ വീട്ടിൽ വിളിക്ക്. വീട്ടിലുണ്ടാവൂലല്ലോ ഒരു സമയം ഒറ്റെണ്ണം. ഹലോ, എവിടെ പോയി കിടക്കണ ചെറുക്കെ? ഈ വിഷ്ണു ചേട്ടൻ എവിടെ പോയി? ചിലപ്പോ നാട് വിട്ട് പോയി കാണും. സംഗതി ഗുരുതരമാവും. അച്ഛമ്മയുടെയും വീട്ടിൽ പോയിട്ടില്ല, അമ്മമ്മയുടെയും വീട്ടിൽ പോയിട്ടില്ല. പിന്നെ എവിടെ പോയോ എന്തോ. ഇനിയിപ്പോ അവന്റെ ഡാൻസ് ട്രൂപ്പിലുള്ളവരുടെ കൂടെ ആയിരിക്കുമോ? ആ, നീ അവരെയൊക്കെ ഒന്ന് വിളിച്ചു നോക്ക്. വല്ല എത്തുംപിടിയും കിട്ടിയാലോ? ഞാൻ അവനെപ്പോ വിളിച്ചിട്ട് നോക്കാം. ഞാൻ ഈ പ്രശ്നമൊക്കെ തുടങ്ങി വെച്ച അവസാനം എന്റെ തലയിലാവുന്നു തോന്നുന്നുണ്ട്. അതിനൊരു സംശയവും വേണ്ട. ഡാ, നീ എന്റെ കൂടെ നിന്നോട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ എല്ലാവരും അങ്ങനെയാണല്ലോ. വേണ്ടപ്പെട്ട സമയത്ത് ഒന്നും കൂടെ നിൽക്കത്തില്ല. അല്ലാത്ത സമയം ശിവ ശിവ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കും. എന്നാലും ഈ വിഷ്ണു ചേട്ടൻ എവിടെ പോയി? എടാ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. പേടി കാരണം പറയാതിരുന്നതാ. എന്താ ഐഡിയ? ഈ കേസ് എപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണെന്ന് അറിയാവോ? ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഞങ്ങളുടെ കുട്ടിയെ കാണാനില്ല എന്നെങ്ങാനും നമ്മൾ പോലീസുകാരോട് വിളിച്ച് പറഞ്ഞാൽ ഒരു ബറ്റാലിയൻ പോലീസ് ഇവിടെ എത്തും. പിന്നെ ചോദ്യമായി, ഉത്തരവായി, അന്വേഷണമായി. ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ലോകം മുഴുവൻ ഇത് അറിയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ പോലീസിൽ അറിയിക്കണ്ട എന്നല്ല, നമുക്കൊന്നുകൂടെ ഒന്ന് അന്വേഷിക്കാം. എന്നിട്ട് നമുക്ക് രാവിലെ സ്റ്റേഷനിൽ അറിയിക്കാം. പോരെ? നീലു, കരയല്ലേ അളിയും മിണ്ടാരി. കരയല്ലേ പോലും. ഷോ കാണിക്കാൻ വേണ്ടി കൊച്ചിനെ വരട്ടി ഓടിച്ച് വിട്ടിട്ട് കരഞ്ഞാൽ നല്ല വിഷമം മാറൂ. കരയല്ലേ ചേച്ചി, കരയല്ലേ? ഇതല്ലേ ഞാനും പറഞ്ഞത്, കരയല്ലേ ഇത്? പിന്നെ എനിക്ക് കരയാൻ പറയാൻ പറ്റുമോ? അളിയാൻ കൊള്ളാല്ല, കണ്ണീര് കാണാൻ വേണ്ടിട്ട് അങ്ങനെ നോക്കിയിരിക്കുകയാണ്. നീ എന്താ തിരിച്ചും മറിച്ചും പറയണേ? അച്ഛനും മാമനും നിർത്തോ? ഈ പ്രശ്നത്തിന്റെ ഇടയിൽ നിങ്ങൾ തമ്മിലുള്ള ഈഗോ വർക്കൗട്ട് ചെയ്യാൻ നോക്കല്ലേ? ചേച്ചി,
ചേച്ചി നല്ല മഞ്ഞാണ്, കയറി വാ, വല്ല അസുഖം പിടിക്കും. നമുക്ക് നാളെ അന്വേഷിക്കാം, വാ. നമുക്ക് അന്വേഷിക്കാം. എന്താടാ തുറച്ചു നോക്കണേ? ഈ കാര്യത്തിൽ എന്നെ വില്ലനാക്കരുത്. ഞാൻ അവനെ വഴക്ക് പറഞ്ഞു, തെറ്റ് തന്നെ. പക്ഷെ തെറ്റല്ല, ഞാൻ എൻ്റെ അച്ഛനാണ്, എനിക്ക് വഴക്ക് പറയാം. പക്ഷെ വഴക്ക് പറഞ്ഞ് കൂടിപ്പോയി, അത് തെറ്റാണ്. പക്ഷെ തെറ്റല്ലത്. നല്ല മഞ്ഞുണ്ട്, ആ തണുപ്പടിച്ചാലേ പറയുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. മകള് മഞ്ഞുണ്ട്, തണുപ്പടിക്കും, വാ. ചേച്ചി വാ. ചെല്ലു ചെല്ലു ഓ. വാമേ. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഞാനും വരാം. വരുന്നെങ്കിൽ വാ.